ഫോട്ടോഷോപ്പിൽ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വിവിധ ഫയൽ ഫോർമാറ്റുകളെ പ്രധാനപ്പെട്ട 3 ഫയൽ ഫോർമാറ്റുകളെ പറ്റിയാണ് നമ്മളിപ്പോൾ അടുത്ത ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാം. ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ജസ്റ്റ് ഈ വിൻഡോയിൽ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുക എന്നുള്ള ഇത് കിട്ടും. അതായത് കൺട്രോൾ ഓ എന്നുള്ള ഒരു ഫയലിൻ്റെ ഒരു ഷോർട്ട് കീ ആണ് ഇവിടുന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക എന്ന് പറയുന്നത്. ഇതിൽ കൊണ്ടുവന്ന് മൗസ് കൊണ്ടുവന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇതേ സംഭവം തന്നെ ഫയൽ ഓപ്പൺ ചെയ്യാം. അതേ കൺട്രോളോ അടിച്ച് കീബോർഡിൽ ഹിറ്റ് ചെയ്താലും മതി കൺട്രോളോ. ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒരു ഫയൽ ഫ്യൂജി റെസൊല്യൂഷൻ എന്നുള്ള 1.31 MB അതേപോലെ തന്നെ അടിയിലുള്ളത് ഇതിൽ ഒന്ന് ഞാൻ എടുക്കുകയാണ്. ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫയലിനെ നമ്മൾ സേവ് ചെയ്യാണ്. സേവ് ചെയ്യുമ്പോൾ നോക്കിയപ്പോൾ 1 something ഉള്ള ഒരു ഫയലാണ്. അപ്പോൾ ഞാൻ ഈ ചാപ്റ്റർ 1 പോകുമ്പോൾ നോക്കാം ഈ ഒരു ഫയലാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതൊന്ന് പ്രോപ്പർട്ടീസ് എടുക്കുമ്പോൾ നോക്കാം 1.31 MB ഉണ്ട് ഈ ഫയൽ. ഈ ഫയലിനെ ഞാൻ JPG ഫയൽ ഫോർമാറ്റിനാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. JPG ഫയൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഡായിട്ട് അപ്ലിക്കബിൾ യൂണിവേഴ്സലി അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഫോർമാറ്റാണ് JPEG ഫയൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മേലെ തന്നെ എന്താ അതിൻ്റെ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ കാണാൻ പറ്റും. ഫ്യൂജി ഹൈറസ് .jpg എന്ന് പറഞ്ഞ അതായത് ഇതിൻ്റെ ഫയൽ ഫോർമാറ്റാണ് .jpg എന്നുള്ള ആ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് JPG ഫയൽ ഫോർമാറ്റാണ്. ഞാനിപ്പോൾ ഇത് ഒന്നുകൂടെ ഞാൻ JPG ഫയൽ ഫോർമാറ്റിനെ തന്നെ സേവ് ചെയ്യാൻ പോകണം. ഇവിടെ ഫയലിൽ സേവേഴ്സ് കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ മേലെ തന്നെ ഞാനിത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡെസ്റ്റിനേഷനിൽ വേറെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കിൻ്റെ വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് ഞാൻ ഈ ഫയൽ സേവ് ചെയ്യാൻ പോകണം. ഞാനിപ്പോൾ ഇത് പ്രോജക്റ്റ് ഫയലിൽ തന്നെ ഞാനിത് പ്രോജക്റ്റ് ഫയൽ എന്നുള്ള ആ ഫോൾഡറിൽ ഞാനിത് സേവ് ചെയ്യണം. ഞാൻ ഫ്യൂജി ഫയൽ ഇതിൽ തന്നെ സേവ് കൊടുക്കുകയാണ്. സേവ്. അപ്പോൾ ഇവിടെ അടുത്ത് ചോദിക്കുന്നത് ഫയൽ ക്വാളിറ്റിയാണ് ചോദിക്കുന്നത്. ക്വാളിറ്റി ഞാനിവിടെ 12 മാക്സിമം കൊടുക്കുന്നത്. ഈ 12 മാക്സിമം കൊടുക്കുമ്പോൾ 1.3 MB ആണ് ഇവിടെ ആ ഫയലിൻ്റെ സൈസ് ഉണ്ടാവുക. അതായത് ചാപ്റ്റർ 1 ഈ ഫയലിലാണ് ഞാൻ എടുക്കുന്നത് 1.31 MB. അതായത് ഇതേ 1.31 MB മാക്സിമം ഇതിലാണ് ക്വാളിറ്റിയിലാണ് ഇവിടെ എടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ 1.3 പ്രിവ്യൂ ഇവിടെ ഓഫാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ അത് കാണാൻ പറ്റില്ല എത്ര MB എന്നുള്ളത്. ഞാനിപ്പോൾ ഇവിടെ പ്രിവ്യൂ എന്നുള്ളത് ചെക്ക് ചെയ്ത് ഇത് നമുക്ക് ഇങ്ങനെ കുറച്ചിടാം. ഇതിങ്ങനെ കുറച്ചിടുമ്പോൾ നോക്കാം. ഇപ്പോൾ ഞാനിവിടെ കുറച്ചിടുമ്പോൾ തന്നെ 92.9 ഇതിവിടെ എത്ര വേണമെങ്കിലും കുറച്ചിടാം. അതിനനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടും. ചെറിയ ഫിക്സഡ് റെസൊല്യൂഷനിൽ ചെറിയ പ്രശ്നങ്ങൾ വ്യത്യാസങ്ങൾ വരും. ഞാനിപ്പോൾ ഇത് നമ്മുടെ മാക്സിമത്തിലാണ് കിടക്കുന്നത്. ഞാനിപ്പോൾ 1.3 MB ഉള്ളത് ഞാനിപ്പോൾ ഇത് ഇത്രയാക്കിയിട്ട് അതായത് 62.5 KB അല്ലെങ്കിൽ 71.4 KB ആയിട്ട് അപ്പോൾ അത്രയും വളരെ അധികം സ്പേസ് ഉണ്ട് കുറഞ്ഞു. അപ്പോൾ ഞാൻ എന്നിട്ട് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യണം. ഓക്കെ ബട്ടൺ പ്രസ് ചെയ്തിരിക്കേണ്ട അതായത് ഞാൻ ഇവിടേക്കാണ് സേവ് ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ ചാപ്റ്റർ 1 ഇതാ ഫീച്ചർ റെസൊല്യൂഷൻ .jpg 60.6 KB ആണ് ഉള്ളത്. നേരെ മറിച്ച് ഇതേ പിക്ചർ തന്നെ ഇവിടെ 1.31 MB ഉള്ളത്. ഇതിപ്പോൾ ഞാൻ സേവ് ചെയ്ത് കൊടുത്ത് കണ്ട പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കുമ്പോൾ 64.6 KB ഉള്ളത്. അത് ഞാൻ വീണ്ടും ഇവിടേക്ക് ഓപ്പൺ ചെയ്യണം. ഫയലിൽ ഓപ്പൺ മറ്റേ ഞാൻ ആദ്യം സേവ് ചെയ്ത ഫയൽ ഉണ്ടല്ലോ അതായത് രണ്ടാമത് റെസൊല്യൂഷൻ അല്ല അതായത് ഇമേജ് ക്വാളിറ്റി കുറച്ച് സേവ് ചെയ്ത് ഞാൻ ഇവിടുന്ന് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ആവുന്നതിൽ പ്രശ്നം നേരിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഈ ഫോട്ടോഷോപ്പിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഉണ്ടാക്കാം. ഒരു ഷോർട്ട് കട്ടാണിത്. ഇങ്ങനെ കൊണ്ടുവന്ന് നിൽക്കുന്നു. ഈ ഞാൻ വേറെ ഈ ചാപ്റ്റർ 1 ആദ്യത്തെ നമ്മൾ 1.3 MB ഉള്ള അതും ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ മേലെ കാണുന്ന ഈ നീല ഇതിൽ ഞാൻ ഇങ്ങനെ വെക്കാം. കണ്ടോ? ഇപ്പോൾ 2 ഇമേജ് നമ്മുടെ ഇതിലേക്ക് വന്ന് എടുക്കുന്നുണ്ട്. ഇതാ ഒന്നെന്ന് പറഞ്ഞാൽ റെസൊല്യൂഷൻ കുറഞ്ഞത് JPG തന്നെ റെസൊല്യൂഷൻ കുറഞ്ഞതും ഒന്ന് കൂടിയതുമാണ്. രണ്ടും തമ്മിൽ വ്യത്യാസം. ഞാനിവിടെ ഒരു 125 ഇതിൽ ഇടുകയാണ്. 125 ഞാൻ 125 ഇടാം. അപ്പോൾ രണ്ടിലും തമ്മിൽ പിക്ചർ ക്വാളിറ്റിയിൽ നേരിയ ഒരു വ്യത്യാസമുണ്ട്. ഈ ഒരു പിക്ചർ നല്ല ക്വാളിറ്റിയുള്ള പിക്ചറാണ്. ഈ ഒരു പിക്ചർ എന്ന് പറഞ്ഞാൽ മറ്റേതിനെ വെച്ച് ക്വാളിറ്റി കുറവാണ്. എന്നാലും നമുക്ക് സൂം ചെയ്ത് കാണുമ്പോൾ അത്രയും അതിൻ്റെ ഒരു ഇത് കാണാൻ പറ്റുള്ളൂ. വെബ് ആപ്ലിക്കേഷന് മാത്രം ആവശ്യം വരുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ റെസൊല്യൂഷൻ പിക്ചർ ക്വാളിറ്റി കുറച്ചുകൊണ്ട് നമുക്ക് അതിനാവശ്യം. അതേപോലെ തന്നെ ഈ JPEG ഫയൽ ഫോർമാറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരുപാട് ഫയൽ ഫോർമാറ്റുകൾ ഇത് സപ്പോർട്ടറാണ്. ഒരുപാട് ആപ്ലിക്കേഷൻ അതായത് മൈക്രോസോഫ്റ്റ് വേർഡിൽ ഈ JPEG ഫയൽ ഫോർമാറ്റ് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ വെബ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് ഈ ഓർക്കൂട്ട് അങ്ങനെയുള്ള സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകൾ അങ്ങനെയുള്ള പല വെബ്സൈറ്റുകളിലും ഈ JPEG ഫയലുകൾ എല്ലാ വെബ്സൈറ്റുകളിലും ഈ JPEG ഫയൽ ഫോർമാറ്റ് അപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പിന്നെ അടുത്തത് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഞാൻ ഇത് രണ്ടും ക്ലോസ് ചെയ്യാണ്. അടുത്തത് ടിഫ് ഫോർമാറ്റാണ്. പലർക്കും അറിയാത്ത ഒരു സംഭവമാണ് ടിഫ് ഫോർമാറ്റ് എന്താണെന്നുള്ളത്. ഇപ്പം ഞാനിത് ഒരു ഫയൽ ഓപ്പൺ ചെയ്തു. ഞാൻ ഇതിൽ നിന്ന് ഞാൻ ഈ tif.tif എന്നുള്ള ഈ ഫയൽ 4.91 MB ഉള്ള ഫയൽ ഫോർമാറ്റാണിത്, ഈ ടിഫ് ഫയൽ ഫോർമാറ്റ്. ഇത് കാനോൺ EOS 5D എന്ന് പറയുന്ന പ്രൊഫഷണൽ ക്യാമറയിൽ എടുത്ത ഫോട്ടോ ആണ്. ഇത് അത്രയും റെസൊല്യൂഷൻ കൂടിയ ഒരു പിക്ചറാണിത്. അത് 5D എന്ന് പറയുന്ന പ്രൊഫഷണൽ ക്യാമറാമാർക്ക് അറിയായിരിക്കും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഞാൻ ഇവിടെ വിവരിക്കുന്നില്ല. കാനോൺ 4.91 MB ഉള്ള ഈ ടിഫ് ഫോർമാറ്റ്, ഇത് അത്രയും വലിപ്പമുള്ള ഒരു ഫയലാണ്. ഇത് ഞാൻ മറ്റൊരു ക്വാളിറ്റി നഷ്ടപ്പെടുത്താതെ ഞാൻ മറ്റൊരു രീതിയിലേക്ക് ടിഫ് ഫോർമാറ്റ് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇതിപ്പോൾ ഓൾറെഡി ഒരു ടിഫ് ഫയൽ ഫോർമാറ്റാണ്. ഞാനിതിനെ ഷിഫ്റ്റ് കൺട്രോൾ എസ്, അതാണ് ഷോർട്ട് കട്ട് അത് ഞാനിവിടെ ഫയലിൽ സേവ് ആസ് കൊടുക്കുകയാണ്. സേവ് ആസ് കൊടുത്തിട്ട് ഞാനിത് ചാപ്റ്റർ 1 അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഡെസ്ക്ടോപ്പിലോ അല്ലെങ്കിൽ പ്രോജക്റ്റ് ഫയൽ തന്നെ ഞാൻ ഈ ഫയലിനെ സേവ് ചെയ്യണം. ഈ ഫയൽ ഞാൻ ഏത് രീതിയിലാണ് സേവ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ടിഫ് ഫോർമാറ്റിൽ തന്നെയാണ് ഞാൻ സേവ് ചെയ്യുന്നത്. ടിഫ് ഫോർമാറ്റിൽ തന്നെ സേവ് ചെയ്യുമ്പോൾ ഇതിൽ തന്നെ ഒരുപാട് ഫയൽ ഫോർമാറ്റ് കാണാനുണ്ട്. ഇപ്പോൾ JPG ആക്കുമ്പോൾ കുറച്ച് ഇതാവും. അതേപോലെ തന്നെ സിപ്പ് ആക്കുമ്പോൾ ഒന്ന് സിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്, കംപ്രഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ കുറച്ച് ടൈം പിടിക്കും. മുന്നത്തെ സിപ്പ് ചിലപ്പോൾ അത് ഇതാകണില്ല. ഞാനിപ്പോൾ സിപ്പ് ക്ലിക്ക് ചെയ്ത് എന്താണ് സിപ്പ് കംപ്രഷൻ ഈസ് നോട്ട് സപ്പോർട്ട് റോളർ ഫ്രീഡേഴ്സ് ഞാൻ യെസ് കൊടുത്തു. അതിനുശേഷം ഓക്കെ, ടിഫ് ഫയൽ ഫോർമാറ്റിൽ അവിടെ സേവ് ആയിക്കും ഈ സംഭവം. ഫ്യൂജി resolution.jpg എന്ന് പറയുന്നത് അതല്ല, tif അതായത് 3.4 MB ആയത്. അതായത് 4 MB ഉള്ളത് സംഭവം 3.05 MB അത്രയും കുറഞ്ഞു. നേരെ മറിച്ച് ഇതിന് ക്വാളിറ്റി വ്യത്യാസപ്പെടുന്നില്ല എന്നാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ടിഫ് ഫോർമാറ്റ് ആകുമ്പോൾ. ഞാനിപ്പോൾ ഈ ഫയൽ തന്നെ ഞാൻ സേവ് ചെയ്യാണ്. ടിഫിൽ തന്നെ ടിഫ് ഫോർമാറ്റിൽ തന്നെ ഞാൻ സേവ് ചെയ്യാണ്. സേവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചോദിക്കണം, ഞാൻ JPG ആക്കി കൊടുക്കുകയാണ്. യെസ് കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇതേ ഫയൽ ഇവിടെ സേവ് ആയിരിക്കുന്നത് കണ്ട 4 MB ഉള്ളത് വെറും 800 KB ആയി മാറി ഈ ഫയൽ ടിഫ് ഫോർമാറ്റ് ആകുമ്പോൾ. ഞാനിത് വീണ്ടും എൻ്റെ ഫോട്ടോഷോപ്പിലേക്ക് ഞാൻ ഓപ്പൺ ആക്കുകയാണ്. ഈ ടിഫ് ഫയൽ ഞാൻ ഫോട്ടോഷോപ്പിലേക്ക് ഓൾറെഡി ടിഫ് ഫയലായ കാരണമാണ് ഞാൻ ഈ ടിഫ് ഫയൽ ഓപ്പൺ ആക്കുകയാണ്. വീണ്ടും ഞാൻ ചാപ്റ്റർ 1 പോയി ഈ ടിഫ് ഫയലും ഞാനിവിടെ ഓപ്പൺ ആക്കുകയാണ്. രണ്ടും ടിഫ് ഫയലുകളാണ്. ഇത് രണ്ടും ഞാൻ 125% ഞാനിവിടെ സൂം ചെയ്യിക്കണം. അതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നില്ല എന്നാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ടിഫ് ഫയലാകുമ്പോൾ. ഇതിനെപ്പറ്റി നമുക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് നമ്മൾ പഠിക്കാം വരും ചാപ്റ്ററുകളിൽ. അതാണ് ഇപ്പോൾ ടിഫ് ഫയൽ ഫോർമാറ്റിൽ JPG ആക്കുമ്പോൾ തന്നെ വളരെയധികം റെസൊല്യൂഷൻ ക്വാളിറ്റി വ്യത്യാസപ്പെടാതെ തന്നെ നമുക്ക് ഇതിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഹാർഡ് ഡിസ്കിൽ ഒരുപാട് ഫയൽ സേവ് ചെയ്യാൻ പറ്റും. ഈ ടിഫ് ഫോർമാറ്റിനെ പറ്റി അങ്ങനെ ആർക്കും അറിയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PST ഫയൽ ഫോർമാറ്റാണ്, അതായത് ഫോട്ടോഷോപ്പ് ഫയൽ ഫോർമാറ്റ്. അത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനൊരു ഫയൽ ഇതിലേക്ക് ഓപ്പൺ ചെയ്യാണ്. ഫയൽ ഓപ്പൺ ചെയ്തു. ഈ ഫയലിനെ ഞാൻ സേവ് ചെയ്യാണ്. ഷിഫ്റ്റ് കൺട്രോൾ എസ് അടിച്ച് ഞാൻ ഈ ഫയലിനെ സേവ് ചെയ്യാണ്. സേവ് ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ JPG ഫോർമാറ്റായി. അടുത്ത ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഫോട്ടോഷോപ്പ് PST ഫയൽ ഫോർമാറ്റ് എന്ന് പറയാം ഇതിനെ. ഫോട്ടോഷോപ്പ് PST ഫയൽ ഫോർമാറ്റ്. ഇത് പറയുന്നത് ഫോട്ടോഷോപ്പിൻ്റേതായ ഒരു ഫയൽ, അതായത് ഒരുപാട് വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തൊക്കെ ഇത് കൊണ്ടുപോകാനൊക്കെ ഈ ഫോട്ടോഷോപ്പ് ഫയൽ ഫോർമാറ്റാണ് നമ്മൾ ഉപയോഗിക്കുക. PST ഫയൽ ഫോർമാറ്റ്, അതായത് ഫോട്ടോഷോപ്പ് ഫയൽ ഫോർമാറ്റ്. ഇത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, കമ്പ്യൂട്ടറിൻ്റെ ഏത് ഭാഗത്തേക്കാണോ ഇത് സേവ് ചെയ്യുമ്പോൾ അത് ഒരുപാട് ലെയറുകളായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് വളരെയധികം സുഖമാണ്. ഈ ഫയൽ ഫോർമാറ്റ് ആക്കുകയാണെന്ന് വെച്ചെങ്കിൽ വളരെയധികം സുഖമായിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് PST ഫയലായിട്ട് നമുക്ക് ഇതാക്കാം. ഫോട്ടോഷോപ്പ് ഫയൽ ഫോർമാറ്റ് ആകുമ്പോൾ ഫോട്ടോഷോപ്പിൽ ലെയറുകളായിട്ടാണ് അത് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ അറിയാം. അത് നമുക്ക് വരും കാലങ്ങളിൽ വിശദമായി തന്നെ നമുക്ക് പരിചയപ്പെടാം. PST ഫയൽ ഫോർമാറ്റ് എന്താണെന്ന് നമുക്ക്. അപ്പോൾ
പിന്നെ വരുന്ന ഇത് സേവ് കൊടുക്കാം. ഈ സേവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോഷോപ്പിൻ്റെ ആ ഒരു ഫയലായിട്ടാവും ഇവിടെ കിടക്കാം. ഫോട്ടോഷോപ്പിൻ്റെ ചിഹ്നത്തിലാവും അവിടെ കിടക്കുക. അത് ഉണ്ടാവും ഫോട്ടോഷോപ്പ് PST ഫയൽ ഫോർമാറ്റിലാവും ഈ ഒരു ഫയൽ കിടക്കുന്നുണ്ടാവും. ഇപ്പം ഞാൻ ഞാൻ ഡിലീറ്റ് ചെയ്തു. പിന്നെ വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു GIF ഫോർമാറ്റ്, GIF ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. അതിപ്പോൾ അറിയേണ്ട ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാമെന്ന് മാത്രം. GIF ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെബ് ആവശ്യങ്ങൾക്കും ഒക്കെ ആവശ്യമുള്ള ഒരു ഫോർമാറ്റാണ് GIF ഫോർമാറ്റ്. അത് പിന്നെ അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാമെന്ന് മാത്രം.